അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് സ്തബ്ധരായി പോയി. പുള്ളി എന്നിട്ട് പറഞ്ഞ അതല്ല, നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല, പരിതാപകരം ഈ അവസ്ഥയെ നിങ്ങൾ ഒരിക്കലും തുടരണ്ട, ആയിരക്കണക്കിന് പേര് ഹൈ ലെവൽ റെക്കമെൻഡ് ആയിട്ട് പുറത്ത് പോകണം, നിങ്ങൾക്ക് ഇപ്പൊ ഇറങ്ങാൻ കുട്ടിയെ വിളിച്ചെന്ന് പറഞ്ഞ്. എന്റെ സ്ഥാനത്ത് മാഡത്തിനെ ചിന്തിച്ചു നോക്കും. അപ്പൊ മാഡം എന്ത് പറയും? അവിടെ നിന്ന് നമ്മുടെ നാക്കിറങ്ങി പോകത്തേ ഉള്ളൂ. ഒന്നും ചലിക്കാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന ക്യാമറ തുറക്കുമ്പോ ഇപ്പൊ ഞാൻ ക്യാമറ തുറന്നപ്പോ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, ഞാൻ യാഥാർത്ഥ്യമാണ് വിളിച്ചു പറയുന്നത്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല, ക്യാമറ തുറക്കുമ്പോ അദ്ദേഹത്തിന് എങ്ങനെ അഭിനയിക്കണമെന്ന് അറിയാം. ആ മുതുകാട് സാർ അല്ല നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്. ഞാൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ് കൂടെ കിടന്നവനെ രാപ്പനി അറിയുമെന്ന് പറഞ്ഞ കണക്ക്, യഥാർത്ഥ മുതുകാടിനെ അറിയണമെങ്കിൽ അവിടെ ചെല്ലണം, അവിടത്തെ നമ്മൾ അവിടെ അംഗമായി അവിടെ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയെങ്കിലേ പറ്റൂ. ഇതേപോലെ ഞങ്ങളോട് ഇത്രയും പേരൻസിന്റെ പരസ്യമായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞെങ്കിൽ, മാവേലിക്കരയുള്ള ഒരു പേരന്റ് അവിടുന്ന് അവർ കരഞ്ഞോണ്ടാ ഇറങ്ങിപ്പോയത്. ഞങ്ങളെ പോലെ തന്നെ അവരെടുത്ത് അടച്ചിട്ട മുറിയിലാ പറഞ്ഞത്. എന്താ പറഞ്ഞ? അടച്ചിട്ട മുറികളിൽ പല ഇതുപോലെ നിങ്ങളെ പോലെ ഒരു കുട്ടി എനിക്കില്ല, എന്നിട്ട് ഞാൻ ഇത് ചെയ്യുന്നത്, ഇത് എന്റെ ഔദാര്യമാണ്, വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ തുടരുക അല്ലെങ്കിൽ പൊയ്ക്കോളാൻ